നമസ്കാരം. സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥ ബന്ധത്തിൻ്റെ ആരുടെയൊക്കെയോ തെറ്റുകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് ചില പാവപ്പെട്ടവരുടെ പ്രാണനാണ്. ആ പ്രാണന് പോലും ഒരു വിലയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. റെയിൽവേ സ്റ്റേഷനുള്ളിലൂടെ ഉള്ള കനാലിലേക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തെത്തിയ ജോയ് ഒരു ഓർമ്മയും വേദനപ്പെടുത്തലുമായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളെയെങ്കിലും കാണുവാനുള്ള മനസ്സ് നമ്മുടെ സർക്കാരിനോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ പലപ്പോഴും പലതിനെക്കുറിച്ചും പഴിചാരലാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള കനാലിലെ മാലിന്യ നീക്കം അതാരുടെ ഉത്തരവാദിത്തം എന്നതിൽ തർക്കം സ്വാഭാവികമാണ്. ഇടയ്ക്ക് ജലവിഭവ മന്ത്രി പറഞ്ഞതുപോലെ ആമയിഴഞ്ചാൻ ദുരന്തത്തിൽ കൂട്ടുത്തരവാദിത്ത പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് വസ്തുതയെന്നിരിക്കെ ആ തോട്ടിലെ മാലിന്യമെല്ലാം റെയിൽവേക്ക് നൽകുകയാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ. നിങ്ങളെടുത്തുള്ളൂ, തോട്ടിലെ റെയിൽവേയുടെ മാലിന്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന മേയർ ആര്യ രാജേന്ദ്രൻ്റെ പ്രസ്താവന വലിയ വിവാദം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടെയാണ് ശുദ്ധീകരണത്തിന് പലവട്ടം കോർപ്പറേഷനും ജില്ലാ കളക്ടറും നോട്ടീസ് നൽകിയെന്ന രേഖകൾ CPM നേതാക്കളൊക്കെ അടക്കം പുറത്തുവിട്ടത്. രാഷ്ട്രീയമാണ് ഇതിനകത്ത്. ഇതോടെ വിവാദം കൊഴുക്കുകയാണ്. തോട്ടിൽ കുടുങ്ങി മരിച്ച ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. പക്ഷേ പോരടിക്കാൻ പലരുമുണ്ട്, പല വിധത്തിൽ. ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ലെന്ന് മുൻ ചീഫ് സെക്രട്ടറിയുടെ ജിജി തോംസൺ അടക്കം പറയുന്ന വാർത്തകൾ വരുന്നുണ്ട്. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിന് ഒരു വലിയ കാരണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വകുപ്പുകളെ ഏകോപിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് എന്നടക്കം ആ പഴയ ചീഫ് സെക്രട്ടറി പറയുന്നു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിന് പ്രധാന കാരണം എന്താണ്? വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ്. ആമയിഴഞ്ചാനുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. റെയിൽവേ, കോർപ്പറേഷൻ, നാഷണൽ ഹൈവേ, പിന്നെ PWD, ഇറിഗേഷൻ മൈനർ, KCB, വാട്ടർ അതോറിറ്റി, ഇങ്ങനെ. ഇത് പോരാഞ്ഞ് ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഇവിടെ തോട് വൃത്തിയാക്കുവാൻ ശ്രമിക്കുമ്പോൾ എഞ്ചിനീയർ പറയും, സാറേ ഇത് നമ്മുടേതല്ല എന്ന്. ഈ വകുപ്പുകളെല്ലാം ഏകോപിപ്പിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആരുടേതാണിത്? ആ ഏകോപനം നടക്കണമെങ്കിൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മുന്നിട്ടിറങ്ങുക തന്നെ വേണം. പൊതുജനത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന എന്ത് കാര്യമുണ്ടായാലും നമുക്ക് അടിയന്തരമായി നടപടി എടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് എടുക്കുന്നില്ല? കോടതി പോലും ചോദിക്കുന്നില്ല. 2015 UDF സർക്കാരിൻ്റെ കാലത്താണ് ഈ ജിജി തോംസൺ ചീഫ് സെക്രട്ടറി ആയത്. അന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും തിരുവനന്തപുരം നഗരം മുഴുവൻ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. അന്ന് അദ്ദേഹം ജനങ്ങളുടെ ദുരന്തം നേരിൽ കാണുകയും അത് കാണേണ്ടി വന്ന സ്ഥിതിവിശേഷം അത് താൻ റെക്കോർഡ് ചെയ്ത് അന്നത്തെ മുഖ്യമന്ത്രിയെ കാണിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിങ്ങനെ കിടക്കുന്നത് നാണക്കേടാണ് എന്നാണ് അന്ന് മന്ത്രിമാരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് എന്ന് അദ്ദേഹം ഓർത്തെടുക്കുകയും ചെയ്തു. UDF ആണോ LDF ആണോ എന്ന് നോക്കേണ്ടതില്ല, ഫലപ്രദമായ നടപടിയെടുക്കണം. ആമയിഴഞ്ചാൻ തോട്ടിലെ കാര്യത്തിൽ റെയിൽവേയും കോർപ്പറേഷനും കൈമലർത്തുമ്പോഴും പക്ഷെ മാലിന്യം വൃത്തിയാക്കേണ്ടത് കോർപ്പറേഷൻ അല്ലേ? ഇത്രയധികം ക്യാമറകൾ എല്ലായിടത്തും വെച്ചിട്ടില്ലേ? മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കോർപ്പറേഷൻ എന്ത് നടപടിയെടുത്തു? പരസ്പരം പഴിചാരാൻ വളരെ എളുപ്പമാണ്. മറ്റുള്ള പല രാജ്യങ്ങളിലും ഒന്ന് നോക്കൂ. റോഡിൽ തുപ്പിയാൽ $500 വരെയാണ് അവിടെ പിഴ. കർശന നടപടിയുണ്ട് എന്ന് ജനത്തിന് തോന്നിയാൽ ഒരാളും മാലിന്യം വലിച്ചെറിയാൻ ധൈര്യപ്പെടില്ല. ഈ വക കാര്യങ്ങളിലൊക്കെ മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഉണ്ടാവണം. അതിന് നമ്മൾ സജ്ജരാണ്, പക്ഷേ അത് ചെയ്യുന്നില്ല. അതിനാൽ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ദ്രുതഗതിയിൽ 2 ദിവസത്തെ ചടങ്ങ് നടത്തൽ ഇവിടെ നടത്താറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തദൈവയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനോ റെയിൽവേയോ കോർപ്പറേഷനോ പരസ്പരം പഴിചാരിയതുകൊണ്ട് കാര്യമുണ്ടോ? ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജനങ്ങളുടെ ദുരിതത്തിൽ നിന്ന് അവരെ കരകയറ്റുന്നതിന് സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്യുക. അവിടെ LDFോ UDFോ റെയിൽവേയോ കോർപ്പറേഷനോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വകുപ്പോ ഒന്നും നോക്കണ്ട. അതിനെയൊക്കെ മാറ്റിവെക്കൂ. അതിനെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് വൃത്തിയില്ലായ്മ, മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വലിയ സന്ദേശം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്ന മാലിന്യത്തെ, അങ്ങനെ വലിച്ചെറിയപ്പെടുന്നവരെ കണ്ടെത്താൻ വേണ്ടി എത്ര കോടി രൂപയുടെ ക്യാമറകളാണ് പല സ്ഥലങ്ങളിൽ വച്ചിട്ടുള്ളത്. അങ്ങനെ മാലിന്യം നിക്ഷേപം ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് എന്തുകൊണ്ടാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാത്തത്? അവർക്ക് എന്തുകൊണ്ടാണ് തക്കതായ ശിക്ഷ നൽകാത്തത്? തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പ് വന്നാൽ ആരും ഒന്നും ചെയ്യില്ല. അതിനുള്ള ആർജവം വേണമെന്ന് മാത്രം. ഇങ്ങനെ നോക്കുകുത്തികളായി തീരുന്ന സർക്കാർ സംവിധാനങ്ങൾ എന്തിനാണ്? അത് റെയിൽവേ ആണെങ്കിലും ഇവിടുത്തെ കോർപ്പറേഷൻ ആണെങ്കിലും നമ്മുടെ സർക്കാരാണെങ്കിലും ഒക്കെ കണക്കാണ്. ജനങ്ങളെ പിഴിയാനല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതൊഴിച്ചാൽ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ വകുപ്പുകളും ഒന്നിനും ആർക്കും ഉപകാരം ചെയ്യുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവരവരുടെ കാര്യം നോക്കുന്നതിന് വേണ്ടി മാത്രം എത്തുന്ന ഉദ്യോഗസ്ഥന്മാരും
അവരവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു സംവിധാനത്തിനുള്ളിൽ ഞെരിഞ്ഞ് അമർന്നു പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണ്. അവരെ രക്ഷിക്കാൻ ഇനി ആരാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടത്? ഒരു പുതിയ കൽക്കി രൂപം കൊള്ളേണ്ടിയിരിക്കുന്നുവോ? ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ തൂത്തെറിയേണ്ട കാലം കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും വർഷമായി സ്വാതന്ത്ര്യം നേടിയിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ വലതിനും ഇടതിനും ഇനി ഈ പറയുന്ന BJPയും ഒക്കെ അധികാരത്തിൽ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടും എന്ത് നേട്ടമുണ്ടായി? എന്ത് നേടിയെടുത്തു? ഇവരെല്ലാവരും തനി രാഷ്ട്രീയക്കാരാണ്. ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത് എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതൊന്നും ചെയ്യുന്നില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ഒരു ജീവൻ, ഇതുപോലെ ഇനി പല ജീവനുകൾ നഷ്ടപ്പെടേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ കാണുന്നതാണ്, സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മാത്രമാണ്. നമുക്കറിയാം 2018 പ്രളയകാലത്ത് സംഭവിച്ചത്. 2018 ആ പ്രളയം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന്. ഒരു ചെറിയ മഴ പെയ്താൽ നഗരങ്ങളെല്ലാം വെള്ളക്കെട്ടിലേക്ക് പോകുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? ഇവിടെ മാറി മാറി ഭരിക്കുന്നവരുണ്ടല്ലോ, അല്ലെങ്കിൽ ദീർഘകാലമായി ഈ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്ന LDFന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ എന്തെല്ലാം ചെയ്യുന്നു? PWD അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ? മാലിന്യ നിർമ്മാർജ്ജനമടക്കം കോർപ്പറേഷൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുമ്പോഴും എല്ലാവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. അത് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനുമുള്ളതാണ്. നമ്മൾ സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, അതിലൂടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ.